നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. താങ്കൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാണല്ലോ, പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണല്ലോ. ഈ പ്രതിപക്ഷത്തിലിരിക്കുന്ന ആൾ താങ്കൾ എന്ത് നടപടിയാണ് എടുക്കുന്നത്? താങ്കൾ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ഭരണപക്ഷം എങ്ങനെ പോകുന്നു അതിനോട് പ്രതികരിച്ചെങ്കിലേ അത് ശരിപക്ഷമാവത്തുള്ളൂ. നേരെ മറിച്ച് ഞാനൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിക്കട്ടെ. താങ്കളാണ് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷമായിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കുക. താങ്കളൊക്കെ ഈ റോഡിൽ കൂടെ തേരാപ്പാര ഇങ്ങനെ ഓടുമോ? എൻ്റെ ഒരു ചോദ്യം ഇതാ. അതുകൊണ്ട് മാമനും മച്ചാനും കളിക്കാതെ, അതായത് നിങ്ങൾ സുഹൃത്ത് ബന്ധമൊക്കെ ആയിക്കോ, കുഴപ്പമൊന്നുമില്ല, പ്രതികരിക്കുക. അപ്പം ഞാൻ ഇടതുപക്ഷക്കാരനാണ്, നിങ്ങൾ ഭരണപക്ഷത്തായിരുന്നെങ്കിൽ ഈ പറഞ്ഞിട്ട് ഞാൻ ഉൾപ്പെടെ ഒരു മന്ത്രിമാരും പോകാൻ അനുവദിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. പിന്നെ മച്ചാനും കളിയൊക്കെ ആകാം, അത് വ്യക്തിപരമായിട്ട്. അതായത് രാഷ്ട്രീയ നിലപാടായിരിക്കണം. ഏത് പാർട്ടി ഭരിച്ചാലും പൊതുജനങ്ങൾക്ക് ജീവിക്കണം. അപ്പോൾ അത് ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഒരു ഭരണപക്ഷം നല്ലതാവും. അല്ല മാമനും മച്ചാനും ആയിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള കളികളൊക്കെ നടത്തിയാൽ മതി. അതൊന്ന് പറയണം എന്ന് വിചാരിച്ചാണ് ഞാൻ 2-3 ദിവസം കൊണ്ട് വിചാരിക്കുന്നു. മാമാ മച്ചാ കളി വേണ്ട. ഈ കണക്കിന് താങ്കളൊരു മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി? വരും തലമുറകളെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പിക്കാരായാലും വരും തലമുറകളെ കൊണ്ടുവന്നിട്ട് അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ. അത് എനിക്ക് പറയാനുള്ളൂ. പ്രതിപക്ഷം ആയിരിക്കണം, ഭരണപക്ഷമായിരിക്കണം. ഞാനൊരു നിഷ്പക്ഷ രാഷ്ട്രീയക്കാരനാണ്, എങ്കിലും ഞാൻ ഇടതുപക്ഷക്കാരനാണ്. അത് എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളൊക്കെ ഈ പറഞ്ഞിട്ട് ഭരണപക്ഷത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അന്നേരം പറയരുത്, അയ്യോ ഞങ്ങൾ പണ്ടൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറയരുത്. അതിനകത്തൊന്നും യാതൊരു അർത്ഥമില്ല. അതായത് പ്രതിപക്ഷം എല്ലായിടും ആവശ്യമാണ്. നമ്മുടെ വീട്ടിലായാലും ഒരു പ്രതിപക്ഷം ആവശ്യമാണ്. ആണുങ്ങൾ ഇറങ്ങിപ്പോയിട്ടരും പെണ്ണുങ്ങൾ ചോദിക്കണം നിങ്ങൾ എവിടെ പോയിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് നേതാവിനോട് ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അത് നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അണികളോട് ഇന്ന് കേൾക്കണം. അതുകൊണ്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ടാണ്.